കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഓരോരുത്തരെയും അറിയിക്കുകയാണ്. ഈ ദിവസം കാണുവാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകി. എത്ര പേർ വിളിച്ചു പറയും, ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്, ഇന്ന് ഞാൻ സന്തോഷിക്കും. ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥയാണെങ്കിലും അതിന്റെ അകത്ത് ഞാൻ സന്തോഷിക്കും. ഐ വിൽ റിജോയ്സ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗം തുറക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്, അല്ലേ? നോക്ക, പാതാള ഗോപുരങ്ങൾ വിറയ്ക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അതും യേശുവിന്റെ നാമമാണ്. എല്ലാ മുട്ടും മടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ദൈവവചനം പറയുകയാണ്, അവന്റെ നാമത്തിൽ സകല മുട്ടും മടങ്ങും. അവന്റെ നാമത്തിൽ പാതാള ഗോപുരങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. അവന്റെ നാമം വിളിച്ചു പറയുമ്പോൾ തന്നെ സ്വർഗത്തിൽ വലിയ ജയഘോഷം ഉണ്ടാകും. അവന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗം തുറക്കും. ഇന്ന് യൂസ് ദ നെയിം, ആ നാമം ഒന്ന് വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തിലൂടെയൊക്കെ കടന്നുപോയാലും ആ നാമത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും ലജ്ജിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സഭ ഒന്നിച്ച് കടന്നു പോകുമ്പോൾ ഇറ്റ്സ് സച്ച് എ ബ്ലെസ്സിങ്. ഇന്നലെ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച രാത്രി ഒരു 11 മണിയായപ്പോൾ കേട്ടോ, ഒരു സഹോദരൻ എന്നെ വിളിച്ചു. നമ്മുടെ അന്ത്യോളം കാവിൽ അതിന്റെ തലേ ആഴ്ച നമുക്ക് കൺവെൻഷൻ ആയിരുന്നല്ലോ. ആ മീറ്റിങ്ങിൽ അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞ ഒരു കാര്യം, ഈ നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്, ഷീന സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന്റെ അകത്ത് നിങ്ങൾ എന്ത് വിഷയത്തിലൂടെ കടന്നുപോയാലും അതിന്റെ അകത്ത് ദൈവപ്രവൃത്തി നടക്കും. ഇന്ന് അവിടെ നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് ചില സമയത്ത് ഹി വിൽ പുട്ട് സം വേർഡ്സ് ഇൻ അവർ മൗത്ത്. പറഞ്ഞ് ചില കയറൊക്കെ മുറിച്ചു മാറ്റാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ചില കെട്ടിവെച്ചിരിക്കുന്ന ചില കയറുകളുണ്ട്, അതൊക്കെ മുറിച്ചു മാറ്റാൻ കർത്താവ് ഞങ്ങളെ ഇവിടെ അയച്ചിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രിയിൽ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് താൻ പറയുമായിരുന്നു, ഞാൻ ബ്രദറെ ആ കടത്തിണ്ണയിൽ നിന്നുകൊണ്ടാണ് അന്ന് ബ്രദർ പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടത്. ഞാൻ അന്ന് രാത്രി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ എന്നെ കർത്താവ് തൊട്ടു. എന്നോട് പറഞ്ഞു, ഞായറാഴ്ച രാവിലെ ഞാൻ മീറ്റിങ്ങിന് കോഴഞ്ചേരിയിൽ നമ്മുടെ ചർച്ചിൽ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ഹൗ എമേസിങ് ഇറ്റ് ഈസ്, അല്ലേ? നമ്മുടെ വാക്കുകൾക്ക് ഒരാൾക്ക് ആശ്വാസം കൊടുക്കാൻ ചിലപ്പോൾ സാധിക്കും. എന്നാൽ ആ വ്യക്തിയെ അവർ കടന്നുപോകുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നമ്മൾ പ്രസംഗിക്കുന്ന യേശുവിന് സാധിക്കും. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധിക്കകത്തുനിന്ന് പുറത്തെടുക്കാൻ ഒരാൾക്ക് സാധിക്കും. സ്വർഗം തുറക്കുന്ന നാമമുണ്ട്. എന്ത് വിഷയമാണേലും അതിൻ്റെ അകത്ത് സ്വർഗം തുറക്കും. ഈ ഭൂമി കടന്നു പോകുന്ന എന്ത് വിഷയമാണേലും പാതാള ഗോപുരം വിറയ്ക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. എല്ലാ മുട്ടും മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം. ജസ്റ്റ് ഹോൾഡ് ഓൺ ടു ഇറ്റ്. ആ കർത്താവിനെ ഒന്ന് മുറുകെ പിടിച്ച് അവന്റെ സാന്നിധ്യത്തിൽ തന്നെ നിന്ന് അവന്റെ കൂടെ തന്നെ വസിച്ച് ഒന്നിനും ജീവിതത്തിൽ കുറവ് വരുത്തില്ല. ഈ ദിവസവും ആ നാമം നമുക്ക് ഉപയോഗിക്കാം. ഈ ദിവസവും ആ ജയകരമായി നമുക്ക് ഈ ഭൂമിയിൽ നടക്കാം. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. നമുക്ക് പ്രതീക്ഷയോടെ ഈ പ്രഭാതത്തെ, ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നു. ഒരിക്കലും യേശുവിന്റെ നാമം ഉപയോഗിച്ചാൽ അതിന്റെ ശക്തി ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. അതിന്റെ ശക്തി കൂടി വരത്തേ ഉള്ളൂ. ഉപയോഗിക്കും തോറും അതിന്റെ ശക്തി കൂടി വരും. ഈ ലോകത്തിലെല്ലാം ഉപയോഗിക്കും തോറും കുറഞ്ഞു. പക്ഷെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി അത്ഭുതം കൊണ്ടുവരുന്ന, അതിശയം കൊണ്ടുവരുന്ന, നമ്മളെല്ലാവരും അത് വായിലൂടെ പറഞ്ഞാലും അതിന്റെ ശക്തി കൂടി വരത്തേ ഉള്ളൂ. അതുകൊണ്ട് ചിലര് കേൾക്കുന്നവർ എപ്പോഴും എന്നാത്തിനാ ഈ യേശുവിന്റെ നാമം പറയുന്നു, എപ്പോഴും എന്തിനാ സ്തോത്രം പറയുന്നത്, നിങ്ങളുടെ വായിൽ ഇതേ ഉള്ളൂ. യേശു എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കും എന്നൊക്കെ ചോദിക്കുന്നവരാണ്. കാര്യങ്ങൾ ചെയ്യേണ്ടെന്നല്ല, കാര്യങ്ങൾ ചെയ്താലും ചെയ്തില്ലേലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കും. ഒത്തിരി നാളായില്ലേ ഓക്സിജൻ വലിക്കാൻ തുടങ്ങി. ഇനി കുറച്ചാൾ വലിക്കാതിരുന്നാലും നമ്മൾ വലിച്ചാലും കുറഞ്ഞു പോകാത്ത ഒന്നുണ്ടെങ്കിൽ അത് ഓക്സിജനാണ്. ഈ ലോകത്തിലെ ആൾക്കാർ ആമേ. അതുകൊണ്ട് ആ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിച്ച
അത്ഭുതം നടക്കും. ഏത് സാഹചര്യമാണേലും അവിടുന്ന് വിടുതൽ കൊണ്ടുവരാൻ കർത്താവിന് കഴിയും. ഈ യേശുവിന്റെ നാമം പറയുമ്പോൾ അനേകരുടെ ഹൃദയങ്ങൾ തുറക്കും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയാം, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുയായികളായി തീരും. ആമേൻ. മന്ദതയുള്ളവരാകരുതേ. പ്രയാസത്തിലും ദുഃഖത്തിലും നിരാശയിലും മന്ദിച്ചു പോകാതെ ഇങ്ങനെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും പ്രാർത്ഥിച്ചിട്ട് വിഷയങ്ങൾ നടന്നില്ലെങ്കിൽ, ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നടന്നില്ലാലും വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു. വിശ്വസിക്കുന്ന നാറ്റം വെച്ചു. ഇനിയും വെളി വരത്തില്ലെന്ന നാട്ടുകാരും വീട്ടുകാരും പോലും പെങ്ങന്മാര് പോലും പറഞ്ഞു, ഇനി അത്ഭുതം നടക്കത്തില്ല, ഒടുക്കത്തെ നാളിൽ അവന് എഴുന്നേക്കുമായിരിക്കും. ആ കർത്താവിൽ വിശ്വസിക്കുന്നോണ്ട് പറഞ്ഞു. പക്ഷെ എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നാറ്റം വെച്ച അവസ്ഥയിൽ നിന്നും ജീവനോടെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കർത്താവിലാണോ വിശ്വസിച്ചിരിക്കുന്നത്? മന്ദതയുള്ളവരാകരുതേ. വിശ്വാസത്താലും ദീർഘക്ഷമയോടെ ഒന്നിരുന്നാൽ, ആ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ അബ്രഹാം തന്റെ വാഗ്ദത്തം പ്രാപിച്ചു. അല്ലെ? അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം, നിനക്ക് സന്തതികളെ തരുവെന്ന് പറഞ്ഞ വാഗ്ദത്തം നീണ്ട 25 വർഷം താൻ കാത്തിരുന്നു. അല്ലെ? ആ വിശ്വാസത്താലും ദീർഘക്ഷമയാലും താൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്ന റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന, വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ഓരോ ദിവസവും ചിലപ്പോൾ ക്ഷീണവും ദുഃഖവും ഒക്കെ വരും. പക്ഷേ ഈ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് ആ കർത്താവിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയാൽ ഒന്നിനും കുറവ് വരത്തില്ല. നിങ്ങളുടെ തലമുറകൾ അത്ഭുതമായി തീരും, അനുഗ്രഹിക്കപ്പെടും. കർത്താവ് കൂടെ ഉണ്ടെന്നേ. നിങ്ങൾ തകർന്നും തളർന്നും പോകത്തില്ല. കർത്താവിന്റെ ആ നാമം ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ മതി. ഒന്നും നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ തന്നെ ചിലപ്പോൾ ചിന്തിക്കൂല്ലേ? ഇനി ഞാൻ ഈ വിഷയത്തിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോട് പറഞ്ഞ്, ആരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ആരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കണ്ട. കർത്താവിനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിന്റെ ഞെരുക്കങ്ങൾ വരെ അറിയാവുന്ന കർത്താവ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ അറിയാൻ, നിങ്ങളുടെ ഭാരങ്ങൾ എന്റെ മേൽ ഇട്ടോളാൻ പറഞ്ഞ കർത്താവ്, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയായിരിക്കും. ഒന്ന് ഇട്ടുകൊടുത്തേ, കർത്താവ് എന്റെ അല്ല ഈ കുഞ്ഞ്, അവളുടെ വിഷയത്തിൽ, അവന്റെ വിഷയത്തിൽ എന്റെ കർത്താവ് അത്ഭുതം ചെയ്യണമെന്ന് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ടൊന്ന് ഇട്ടുകൊടുത്ത്. നമ്മൾ അങ്ങോട്ട് ഇട്ടുകൊടുത്താലും പിന്നെയും കുറച്ച് ഇങ്ങോട്ട് പിടിച്ച് നമ്മുടെ കൈ വെച്ചേക്കും. അങ്ങനെയല്ല, കർത്താവിൽ ഇട്ടുകൊടുത്താൽ ആ കർത്താവ് ശരിയാക്കും. എങ്ങനെ ശരിയാവും എന്നാ പറയുന്നത്? ചില വിഷയത്തിൽ ആ കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കാൻ പറയും. അതെങ്ങനെ ശരിയാവും, എപ്പം ശരിയാവും എന്ന് കർത്താവ് ശരിയാക്കുമെന്നേ. ദീർഘക്ഷമയോടെ ഒന്ന് ഇരുന്നേന്നേ, വിശ്വാസത്തോടെ ഒന്ന് ഇരുന്നേന്നേ. ഉടനെ ഡൈവേഴ്സിന് ഓടാതെന്നേ, ഉടനെ അവരെ പിരിക്കാൻ നോക്കാതെന്നേ. ഒന്ന് നോക്കി ഇരുന്നേന്നേ. അല്ലേ അത്ഭുതം നടക്കുമെന്നേ. 10 പേരോട് പറഞ്ഞ് വിഷയം കുത്തി അത് വലുതാക്കാതെ ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥനയോടെ ഒന്ന് ഇരുന്നേ. ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദീർഘക്ഷമയോടെ ഇരുന്നാൽ വാഗ്ദത്തങ്ങൾ നിങ്ങൾ അവകാശികളായി തീരും. ഉടനെ 10 പേരുടെ അഭിപ്രായം കേട്ട അത് അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ് ഓടി നടക്കാതെ ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടും മടക്കിക്കേ. അത്ഭുതം നടക്കും. നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആരൊക്കെയോ മക്കളുടെ കാര്യത്തിൽ അതിഭാരത്താൽ ഇരിക്കുന്നവരുണ്ട്. അവരുടെ ഭാവി എന്തായിത്തീരും, അവരുടെ കല്യാണം നടക്കുന്നില്ലല്ലോ, അവരുടെ കുടുംബജീവിതം ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ, ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, അവരെ പഠിപ്പിക്കാൻ ശരിയായ രീതിയിൽ പറ്റുന്നില്ലല്ലോ. പക്ഷെ കർത്താവിന്റെ കയ്യിലൊന്ന് കൊടുത്തേന്നേ. ആ മോശയെ തോമസ് ബ്രദർ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ മോശയെ വെള്ളത്തിലേക്ക് സ്വന്തം അമ്മ വലിച്ചെറിഞ്ഞു. പക്ഷെ അവിടെയോട്ട് വെച്ചപ്പോ ആ കർത്താവിന്റെ കയ്യിലോട്ടാ താൻ
കൊടുത്തത്. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ വളർന്നു. ഹല്ലേലൂയ. ഒന്നിനും കുറവ് വന്നില്ല. നിങ്ങളും അങ്ങനെ കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേന്നേ, കുഞ്ഞുങ്ങളെ ഒന്ന് കൊടുത്തേ. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ അങ്ങ് ഹെമിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരുടെ കല്യാണം നടക്കുന്നില്ല, അവരെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, അവരെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ. ഇല്ല നിങ്ങൾ വിശ്വാസത്തോടെ ഇരുന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചേ, അത്ഭുതം നടക്കുമെന്നേ. നിങ്ങളുടെ കുടുംബജീവിതം ശരിയാ. ഉടനെ അതിനെ പിരിക്കാതെ പിന്നെ പരിശുദ്ധാത്മാവ് പറയാ, ഉടനെ ഡൈവേഴ്സിന് വേണ്ടി ഓടുവല്ല, പിരിയാമെന്ന് പറയുകയല്ല. നിങ്ങളുടെ വാഗൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. കർത്താവാ നിങ്ങൾക്ക് തന്ന ആ കൂട്ടുപങ്കാളി, കർത്താവ് തന്നതാ. അതാദ്യം വിശ്വസിച്ച്, ഇല്ല ഞങ്ങൾ ഒരിക്കലും പിരിയത്തില്ല, എന്ത് വിഷയമാണെങ്കിലും എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്റെ ജീവിതം അത്ഭുതമാക്കും, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നൊന്ന് വിശ്വസിച്ചൊന്ന് മുൻപോട്ട് പോയേ കർത്താവ് അത്ഭുതം ചെയ്യും. കുഞ്ഞുങ്ങളുടെ കല്യാണമൊക്കെ 2026 നടക്കും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലേ, യേശുവിന്റെ നാമത്തിൽ ഈ വർഷം തന്നെ അത്ഭുതം നടക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെ എന്റെ കർത്താവിന്റെ മഹത്വം ഇറങ്ങും. ആ സാന്നിധ്യമായി ഈ വർഷം നമ്മുടെ കൂടെയുള്ള ആ സാന്നിധ്യമില്ലാതെ എന്നെ എങ്ങോട്ടും അയക്കരുതെന്നും മോശ പറയുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ ആ സാന്നിധ്യമില്ലാതെ, കർത്താവെ എന്നെ എങ്ങോട്ടും അയക്കരുത്, എന്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നടക്കുന്ന വഴിയിലും ആ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടായിരിക്കണമേ. ആ വിശ്വാസവും ദീർഘക്ഷമയും ഹല്ലേലൂയ എനിക്ക് തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് കൂടെ ഉണ്ടെന്നേ ആ സാന്നിധ്യം വിട്ടു പോകാൻ, ഹല്ലേലൂയ, ആ സാന്നിധ്യത്തിൽ നിന്ന് മാറാൻ കർത്താവ് നമ്മളെ സമ്മതിക്കത്തില്ല. കർത്താവ് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ചിലരോടൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കുമെന്ന് പറയുക, ചിലതൊക്കെ സംസാരിക്കും. അതുപോലെ നിങ്ങളത് കേട്ട് വിശ്വസിച്ച് മുൻപോട്ട് പോയ അത്ഭുതം കണ്ടിരിക്കും. വാട്ട് എ ഗ്രേറ്റ് വേർഡ് അല്ലേ. ഷിന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് കാര്യം ആ സാന്നിധ്യത്തിൽ തന്നെ ഇരിക്കും. നമ്മൾ ഈ ഓക്സിജൻ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറില്ല, നമുക്കൊരു ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് വിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, ഇതിനേക്കാൾ വലുതാണ് ദൈവ സാന്നിധ്യം. നമുക്ക് ഇത് നമ്മുടെ ഒരു ലിവിങ് എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം നമ്മുടെ ചുറ്റും ദൈവം ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതൽ ദൈവത്തിൽ നിന്നും പ്രാപിച്ചും. പൗലോസ് പറയുന്ന ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിച്ചതും നിങ്ങൾക്ക് നൽകി തരുന്നതും. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും, എത്ര വലിയ കൊടുങ്കാറ്റുകൾ അടിച്ചാലും, അതിൻ്റെ അകത്ത് കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിൽ വഴി വെച്ചിരിക്കുന്നത് പോലെ ദൈവമക്കളെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വഴി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ തല കുനിയാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഇന്ന് വായിച്ച ദൈവവചനം എബ്രായ ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, ഡോണ്ട് ബി ലേസി, ഡോണ്ട് ബി സ്ലഗിഷ്, തളർന്നു പോകരുത്, വീണു പോകരുത്, മടിയന്മാരാകരുത്, മന്ദതയുള്ളവരാകരുത്. ഇവിടെ ദൈവവചനം പറയാണ്, വിശ്വാസത്തിലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശികളാകുന്നവരുടെ അനുകാരികളായി തീരും. നോക്ക്, മന്ദതയുള്ളവരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും. വെയിറ്റ് ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങളുടെ കയ്യിൽ അത് വന്ന് ചേരുക തന്നെ ചെയ്യും. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണെന്ന് പത്രോസ് ശ്ലീഹ പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ താൻ പറയുക, ഈ പ്രോമിസ് എല്ലാവർക്കും ഉള്ളത്, വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ ലേസി ആകരുത്, അവിടെ മടുത്തു പോകരുത്. ഞാൻ പോയി, എനിക്കൊന്നും കിട്ടിയില്ല. നോ, അങ്ങനെ പറയരുത്. നിങ്ങളിന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഈ ദിവസം കണ്ടത് വലിയൊരു അത്ഭുതമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഷിന മുമ്പേ പറഞ്ഞു, എബ്രഹാം, അതിന്റെ അടുത്ത വാക്യം മുതൽ എബ്രഹാമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോക്ക്, ഹി ഹാഡ് ആൻ ഇമ്പോർട്ടന്റ് ബോഡി അല്ലെ, തന്റെ ശരീരം നിർജീവമാണ്. ഹി ഹാഡ് ആൻ ഇമ്പോർട്ടന്റ് ബോഡി, ബട്ട് ഹി ഹാഡ് ആൻ
പൊട്ടന്റ് ഫെയ്ത്ത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നോക്കിയാൽ സാധ്യതകൾ ഒന്നുമില്ലാത്തിടത്തും അവിടെ ഒന്ന് കടന്ന് ഒന്ന് വിശ്വസിച്ച് ഇല്ല, അതിന്റെ അകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കർത്താവിന്റെ എന്നെ ഈ ഏറ്റവും കൂടുതൽ ഇന്ന് ചിന്തിപ്പിച്ച്, ഇന്ന് രാവിലെ ഞാൻ ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്തപ്പം എന്നെ ചിന്തിപ്പിച്ച ഒരു വചനം നോക്ക്, നമ്മളെപ്പോഴും ഈ തോമസിനെ കുറിച്ച് പറയുകയല്ലേ, ഈ ഫെയ്ത്ത് പറയുമ്പം ഈ ഒന്ന് വിശ്വാസം പറയുമ്പോൾ എബ്രഹാമിനെ കുറിച്ച് പറയും, അൺബിലീഫ് പറയുമ്പം തോമസിനെ കുറിച്ച് പറയും. ഈ ദൈവവചനം മുഴുവൻ നോക്കുമ്പം ഒറ്റ സ്ഥലത്ത് മാത്രമേ ഈ തോമസ് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അവനെ തൊട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. ഒറ്റ സ്ഥലത്തെ പറഞ്ഞു. പക്ഷെ ആ ഒറ്റ സ്ഥലം കൊണ്ട് ഇന്ന് ലോകം മുഴുവൻ പറയുന്നത് നോക്ക് അവിശ്വാസിയാന്ന് പറയാം. അല്ല, നിനക്ക് അല്ലെങ്കിലും ആ തോമസിന്റെ പേരാവുള്ളേ അല്ലേ, തോമസ് എന്ന പേരാ നിനക്കുള്ളേ അല്ലേ. അവിശ്വാസി എന്നൊരു പേര് പറയുമ്പം എടുത്ത് തോമസ് ഒറ്റ പ്രാവശ്യം പുള്ളി കാണിച്ചിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം ഇത് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെ പറയുകയാണ്, മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളുടെ അനുകാരികളായിത്തീരും, നിങ്ങൾ അവകാശമാക്കുന്നവരായിത്തീരും. ദൈവമക്കളോട് പറയാം, കർത്താവിന് തരാൻ മേലാത്ത ഒന്നുമില്ല, കർത്താവിന് തുറക്കാൻ മേലാത്ത വാതിലുകളില്ല. നിങ്ങളെ അനുഗ്രഹിച്ചോ ഏത് വിഷയത്തിലും കർത്താവിന്റെ അടുത്തോട്ട് ഒന്ന് ഓടി വന്നേ. ഇവിടെ ഈ എബ്രഹാമിന്റെ കാര്യം പറയുമ്പോൾ സാധ്യതയെല്ലാം തീർന്നു, സാധ്യതകളെല്ലാം അസ്തമിച്ചു. അസ്തമിച്ചിടത്തും കർത്താവ് അവർക്കൊരു പ്രത്യാശ കൊടുക്കുകയാണ്. നോക്കുക, ഉൽപ്പത്തി 22 വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ തലമുറകളെ ഞാൻ നിനക്ക് തരും എന്ന് ആ വാഗ്ദത്തം എന്ത് ചെയ്യാണ്? വിശ്വസിക്കുകയാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. സാഹചര്യം ഹി ഈസ് ഇമ്പോർട്ടന്റ്. സാറായുടെ ഗർഭപാത്രവും നിർജീവമാണ്, ഒന്നും നടക്കത്തില്ല, ഇനി കുഞ്ഞുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. അവിടെ കടന്ന് വിശ്വസിച്ചപ്പം എന്റെ കർത്താവിന്റെ വലിയ ദൈവപ്രവൃത്തി കണ്ടെങ്കിൽ അത് എബ്രഹാമിനെ കുറിച്ച് മാത്രമല്ല, വിശ്വസിക്കുന്ന സകലർക്കും യു ക്യാൻ ഹാവ് ഇറ്റ്. എന്താണോ ഇന്ന് നമ്മുടെ നീഡിൽ, ഈ ദിവസം നമ്മുടെ ഏത് നീഡിലാണോ പോകുന്നത്, ഏത് ആവശ്യത്തിന്റെ മുമ്പിലാണോ ദൈവമക്കളെ നിങ്ങൾ നിൽക്കുന്നത്, എന്റെ കർത്താവിന് തരാൻ മേലാത്തതൊന്നുമില്ല. ഹാവ് എ പൊട്ടന്റ് ഫെയ്ത്ത്. ഒറ്റ വാക്ക് അവിശ്വാസത്തിന്റെ പറഞ്ഞ ആളെ തലമുറ ആരും നോക്ക്, അവിശ്വാസി എന്ന് പറയുമ്പോൾ ആദ്യം തോമസിന്റെ പേര് പറയുകയാണ്, വിശ്വാസി എന്ന് പറയുമ്പോൾ ആദ്യം എബ്രഹാമിന്റെ പേര് പറയുക. നിങ്ങൾ ഏത് പക്ഷത്താണ്? ഏത് കാര്യത്തിലും കടന്നൊന്ന് വിശ്വസിച്ച്, ഏത് കാര്യത്തിലും ആ കർത്താവിൽ ഒന്ന് വിശ്വസിച്ച്. ഇവിടെ അതിന്റെ 6:9 മുതലൊന്ന് വായിക്കാം ശ്രീരാം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇവര് സംസാരിച്ച കാര്യം എന്നാണെന്നറിയാവോ? ഇവര് സംസാരിച്ചത് അതിന്റെ 4-ാം വാക്യം മുതലൊന്ന് വായിച്ച സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതാണ്. ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞിട്ട് തിരിച്ചു പോയാൽ പിന്നെ ഒരു സാധ്യതയും ഇല്ല എന്ന് ദൈവവചനത്തിൽ അവിടെ എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുകയാണ്, പരിശുദ്ധാത്മാവോടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവര് അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും. അങ്ങനെയാണേലും നോക്ക്, ഒരു സാധ്യതയില്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം കർത്താവിന്റെ സ്വഭാവം ഒരിക്കലും ആരെയും തള്ളിക്കളയാത്ത, ഈ ലോകത്തിലെ നമ്പർ 1 പാപിയാണെങ്കിലും ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, എങ്കിലും ആവർത്തിച്ച് പറയുകയാണ്, ഈസ് എ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്. പാപികളുടെ സ്നേഹിതനാണ്. എന്നെ ദൈവത്തെ എന്നിലേക്ക് അട്രാക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ എന്റെ കുറവുകളായിരുന്നു. എനിക്ക് കർത്താവിന്റെ അടുത്തോട്ട് വരാനുള്ള യോഗ്യത, എന്റെ അയോഗ്യതകളായിരുന്നു എനിക്ക് കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലാനുള്ള യോഗ്യത. നിങ്ങൾ അയോഗ്യരാണോ? ഒരു യോഗ്യതയില്ലാത്തവരാണ് നിങ്ങൾക്ക് കർത്താവിന്റെ അടുത്തോട്ട് കടന്നു വരാം. നോക്ക്, ഒരിക്കൽ ഈ പ്രകാശനം ലഭിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വീണ്ടും പിന്മാറിപ്പോയാൽ നിങ്ങളെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നൊക്കെ എഴുതിയിട്ട് പറയുകയാണ്. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ ഞങ്ങളുടെ വാക്കുകളൊക്കെ ഇങ്ങനെയാണ്, പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടല്ലോ,
പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് ശുഭതയേറിയും രക്ഷയ്ക്ക് ഉതകുന്നതും ഞങ്ങളുടെ വിശ്വാസം, ഇങ്ങനെ സംസാരിക്കുന്നത് എങ്ങനെയാ, പക്ഷെ ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, ഞങ്ങൾ കണ്ട ഒരു കർത്താവ്, ഞങ്ങൾ തൊട്ടറിഞ്ഞ ഒരു കർത്താവ്, ഞങ്ങൾ കൂടെ നടന്നപ്പോൾ ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച ആ കർത്താവിന്റെ സ്വഭാവം കാണുമ്പം നിങ്ങൾ കടന്ന് വിശ്വസിച്ചോ, അതിന്റെ അകത്ത് ദൈവം അത്ഭുതം ചെയ്യും. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ള നിങ്ങൾ കർത്താവിന് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവ് അത് ഒരിക്കലും മറന്നു കളയുക. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ്. അത് കഴിഞ്ഞ ഒരു പ്രോസസ്. ശുശ്രൂഷിച്ചത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ടായിരിക്കും, ഇന്നും ശുശ്രൂഷയിൽ നിങ്ങൾ വീറോടെ നിൽക്കുകയായിരിക്കും. അതൊന്നും മറന്നു കളയാൻ എന്റെ കർത്താവ് അനീതിയുള്ള ദൈവമല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഉത്സാഹം എന്ത് ചെയ്യരുത്, ഇടയ്ക്ക് നമ്മൾ ഈ ലോകത്ത്, വിഷയമുള്ള ലോകത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പല വിഷയങ്ങളുണ്ട്, പലതും നേരിടാനുണ്ട്, പലതും തരണം ചെയ്യാനുണ്ട്. പ്ലീസ്, എന്നാൽ നിങ്ങളുടെ അകത്തെ ഉത്സാഹം, അകത്തെ തീ, നിങ്ങൾക്ക് ലഭിച്ച കൃപകൾ, ആ ലഭിച്ച നന്മകൾ, ലഭിച്ച വിശ്വാസം, ഇതൊന്നും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടരുത്. സാഹചര്യം കാണുമ്പോൾ ഇനി ഇതൊന്നും നടക്കത്തില്ല, പഴയ പോലെ ചിലർ പറയുന്ന ഒരു വാക്ക്, പണ്ടൊക്കെ പെട്ടെന്നായിരുന്നു വിടുതൽ. പ്ലീസ്, ഇപ്പം പഴയതുപോലെ ഒന്നും അല്ല. പണ്ടൊക്കെ പെട്ടെന്ന് വരുമ്പോ തന്നെ അങ്ങനെയായിരുന്നേ, ശരിയാന്നേ, പണ്ട് വരുമ്പോ തന്നെ വിടുതലായിരുന്നു. ആദ്യം ഞങ്ങൾ കർത്താവിന്റെ സന്നിധി വന്ന ആദ്യത്തെ മീറ്റിംഗ്, ഞാൻ കള്ളു കുടിച്ച് കറങ്ങി അടിച്ച് നിൽക്കുക ഒരു ഹോളിന്റെ അകത്ത്. ഷീന മുമ്പോട്ട് പ്രാർത്ഥിക്കാൻ പോയി, സിക്കായിരുന്നു. അന്ന് ആ ഹോള് ഇറങ്ങുന്നതിന് മുമ്പേ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കി. ആ ഹോളിന്റെ അകത്തുനിന്ന് വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പേ കർത്താവ് സൗഖ്യമാക്കി. പിന്നീട് നോക്ക്, എന്നാൽ എന്റെ കടം മാറാൻ മദ്യപാനം ചില മാസം, 1-2 മാസം കൊണ്ട് എന്റെ മദ്യപാനം മാറി. അതുപോലെ തന്നെ കടം മാറാൻ 4-4.5 വർഷം എടുത്തു. പിന്നെ മുമ്പോട്ട് വരും തോറും കർത്താവ് ഓരോ ഹീസ് വാച്ചിങ് അവർ സ്റ്റെപ്സ്. അതിൻ്റെ അകത്ത് എന്റെ വിശ്വാസം വേണം, എന്റെ പ്രഖ്യാപനങ്ങൾ വേണം. പ്ലീസ്, ചിലതൊക്കെ ഞാൻ ഏറ്റെടുക്കണം. പ്ലീസ്, ചില സ്റ്റെപ്പുകളൊക്കെ വെക്കണം. ചിലപ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടണം. ഓൾ കൗണ്ട്സ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൗണ്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ ഈ ആദ്യം വരുമ്പം എന്നെ പിടിച്ചെടുക്കുക കർത്താവ്. ആദ്യം വരുമ്പോൾ എനിക്ക് ഒരു അനുഭവം തരിക, ഞാൻ ഉണ്ട്, നിന്റെ ഈ സാഹചര്യത്തിൽ നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പും ധൈര്യവുമാണ് തരുന്നത്. നോക്കുക, ജോഷുവ മോശ മരിച്ചു അല്ലെ, വല്ലാമത്തെ ഒരു സാഹചര്യമാണ്. എത്ര ലക്ഷം ആൾക്കാരെയാണ് കൊണ്ടുവരുന്നത്, 25 ലക്ഷം ആൾക്കാർ ആയിട്ട് പ്ലീസ് ഒന്നിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ്. അവരുടെ ലീഡർ മരിച്ചുപോയി അല്ലെ, ലീഡർ മരിച്ചു. ഒരു ദിവസം പെട്ടെന്ന് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ജോഷുവ എടുക്കുക. അവിടെ പക്ഷെ ഒരു എൻകൗണ്ടർ കർത്താവ് കൊടുക്കുക. എന്നിട്ട് പറയുകയാണ്, ജോഷുവയെ നീ ഉറപ്പും ധൈര്യവും ഉള്ളവന്, നീ മോശയുടെ കൂടെ ഞാൻ ഇരുന്നത് നീ കണ്ടതല്ലേ, നീ മോശയുടെ കൂടെ നടന്നതല്ലേ, മോശയുടെ കൂടെ ഞാൻ ഇരുന്നത് നീ കണ്ടല്ലോ, ഞാൻ ചെയ്ത പ്രവർത്തികൾ കണ്ടല്ലോ, ചെങ്കടലിന്റെ മുമ്പിൽ നീ കണ്ടില്ലേ, മാറായ ഞാൻ മധുരമാക്കിയത് നീ കണ്ടില്ലേ, എരിഹോ വീണത് നീ നീ പലതും കണ്ടതല്ലേ, ആ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ഉറപ്പും ധൈര്യം. എനിക്ക് ആ 1-ാം അധ്യായം ഭയങ്കര ഇഷ്ടമാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം, അവിടെ 2-3 പ്രാവശ്യം വീണ്ടും വീണ്ടും കർത്താവ് പറയാ, നീ ഉറപ്പും ധൈര്യം. നിനക്ക് ഇത് മാത്രം നഷ്ടപ്പെടാതിരുന്നാ മതി, നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരുന്നാ മതി, എന്നിലുള്ള ആശ്രയം നഷ്ടപ്പെടാതിരുന്നാ മതി. പ്രതിസന്ധികളൊക്കെ ഉണ്ട് ഈ യാത്രയിൽ. കനാനിൽ എത്തുന്നതിന് മുമ്പേ പല കാര്യങ്ങൾ തരണം ചെയ്യാനുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞാൻ കൂടെ ഇരിക്കും. ഇത് പറഞ്ഞ പരിശുദ്ധാത്മാവെന്ന് പറയും. അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷം ഭവനത്തിന്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നവർ, ചിലർ വേർപാടിൽ മാറിപ്പോയി, ആ കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക് ചുവട് വെക്കുന്നവർ, ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഒരു നിമിഷം അവര് മാറിപ്പോയി. നിങ്ങളുടെ അങ്ങനെ ചിലര് എന്നെ കേൾക്കുന്നുണ്ട്.
അവരോടൊന്നേ പറയാനുള്ളൂ, ഉറപ്പും ധൈര്യവുമായിരിക്കുക. കർത്താവ് കൂടെയുണ്ട്. മോശയോട് കൂടെ ഇരുന്നതുപോലെ, ജോഷുവയുടെ കൂടെ ഇരുന്നതുപോലെ നിങ്ങളുടെ കൂടെയും ഇരിക്കാൻ ആ കർത്താവ് സർവശക്തനാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ഉത്തരവാദിത്വത്തിൽ, ചില ഓഫീസിന്റെ ചുമതലകളായിരിക്കും പെട്ടെന്ന് നിങ്ങളുടെ മേൽ അത് വന്നിരിക്കുക. ചില പോസ്റ്റിലോട്ടൊക്കെ പെട്ടെന്നായിരുന്നു നിയമനം. ഹല്ലേലൂയ, നിങ്ങൾ അത് ഇങ്ങനെ നടത്തും. ഈ ഓഫീസിലെ കാര്യം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? ഈ പ്രതിസന്ധി ഘട്ടത്തില് ഹല്ലേലൂയ ഞാൻ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് വെച്ച് പതറിയിരിക്കുന്നവരുണ്ട്. ഒന്നും പതറണ്ട, കർത്താവ് കൂടെയുണ്ട്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അത്ഭുതമായി ആ വാഗ്ദത്ത ദേശത്ത് ജോഷുവ അവരെയും കൊണ്ട് പ്രവേശിച്ചു. അതുപോലെ ചില ഉന്നത സ്ഥാനങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് പരിശുദ്ധാത്മാവ് പറയും. ഈ ജോഷുവ പ്രവേശിച്ചെന്ന് പറയുമ്പോൾ കനാൻ ഉറ്റുനോക്കാൻ പോയപ്പോൾ അവർ കണ്ടത് വലിയ പ്രതിസന്ധി. അവിടെ അനാക്കിലെ മല്ലന്മാരെ അവർ കണ്ടത്. പക്ഷേ ഉറ്റുനോക്കാൻ പോയ ചിലർ വന്ന് പറഞ്ഞത്, അയ്യോ അവിടെ ഭയങ്കര മനുഷ്യരാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വിശ്വാസമുള്ള വ്യക്തി പറഞ്ഞു, ഇല്ല, നമുക്ക് ജോഷുവയും കാലേബും പറഞ്ഞ് നമുക്കവരെ ജയിക്കാൻ സാധിക്കും. ഏത് പ്രതികൂലത്തിന്റെ അകത്തും നിങ്ങൾ, അതാ ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിന്റെ പ്രാരംഭത്തിൽ പറഞ്ഞത്, പ്രീസ്, സ്വർഗം തുറക്കുന്ന ഒരു നാമമുണ്ട്, പാതാള ഗോപുരം കുലുങ്ങുന്ന ഒരു നാമമുണ്ട്, എല്ലാ നാമത്തിനും മേലായ ഒരു നാമമുണ്ട്. ആ നാമത്തിൽ ആശ്രയിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മന്ദതയുള്ളവരാകരുത്. പ്ലീസ് ഡോണ്ട് ബി ലേസി. ഏത് വിഷയത്തിൽ, എന്റെ കാര്യം ഇങ്ങനെയൊക്കെ ആയി, ഇനി എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി, ഇനി ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല, ഇനി എന്റെ പ്രായമൊക്കെ കഴിഞ്ഞു. എബ്രഹാം പറഞ്ഞതുപോലെ അല്ലേ, എനിക്ക് വാർദ്ധക്യമായി, നോക്ക് ഇനിയും സാധ്യതകളെല്ലാം അസ്തമിച്ചു. പക്ഷെ അവിടെ ഈ ബ്രോട്ട് എ പൊട്ടന്റ് ഫെയ്ത്ത്, ആ ദൈവം പ്രത്യാശ കൊടുക്കുമ്പോൾ, ഈ ദൈവം നമ്മൾ ഈ ഓരോ ദിവസവും കേൾക്കുന്ന ഈ ദൈവവചനം നിങ്ങൾക്ക് ബലം തരുന്നതായിരിക്കണം. നമുക്ക് പ്രത്യാശ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രാവിലെ വന്നിരുന്ന് നിങ്ങളോട് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബലപ്പെടുന്നുണ്ട്. ഈ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. അത് സംസാരിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും ഒരുപോലെ ശക്തിയും ബലവും തരുന്നതാണ്. ഞാൻ വാസ്തവത്തിൽ ഇത് പറയുമ്പോൾ എനിക്ക് അസാധാരണ, ഞാൻ ഇന്ന് ഓരോ ദിവസവും തരണം ചെയ്യേണ്ട പല വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നേ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ്, ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ്, ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മൾ അവരോടാണ് പറയുന്നത്. നമ്മൾ അവരോടല്ല, നമ്മളോട് തന്നെ പറയുക, ഇല്ല റജി, നീ ധൈര്യമായിട്ടിരുന്നേ, നീ ഉറപ്പുള്ളവനായിരിക്കെ, ഈ വിഷയത്തിന്റെ അകത്തുനിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാം, ഡോണ്ട് വെറി. നിങ്ങളെ കൊണ്ട് എന്ത് പറ്റുമെന്നല്ല നോക്കേണ്ടത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതിനും മതിയായവനാണ്. എന്നോട് വാക്ക് പറഞ്ഞ, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ, എന്നെ ഉറപ്പിച്ച ആ നല്ല കർത്താവ് ഈസ് ഓൾവേസ് ഫെയ്ത്ത്ഫുൾ. എന്റെ കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും വരത്തില്ല, അവന്റെ വചനത്തിന് മാറ്റം വരത്തില്ല. അവന്റെ വാഗ്ദത്തങ്ങൾ ദീർഘക്ഷമയോ വിശ്വാസത്താലും ദീർഘക്ഷമയാലും അതിന്റെ അവകാശികളായി തീരും. ഒന്ന് ജസ്റ്റ് ബിലീവ്. എന്നോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം. സ്വർഗീയവരുന്ന സഭ ആകമാനം ലോകത്തിന്റെ അറ്റത്തോളം, ഓസ്ട്രേലിയ മുതൽ അമേരിക്ക വരെ, എല്ലാ സഭകളിലും ഒരേ സമയത്ത് 10 ദിവസം ഉപവാസം പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉപവാസത്തിലും നമുക്കൊക്കെ പല രീതിയിലായിരുന്നു. നമുക്ക് വീടുകളിൽ, ഇന്ന് രാവിലെയും ഓതറയിൽ ഒരു ഭവനത്തിൽ വെച്ച്, മാത്യൂസ് ബ്രദറിന്റെ വീട്ടിൽ വെച്ചാണ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. എന്നാൽ വൈകിട്ട് ചെറപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇന്നും നാളെയും കൺവെൻഷനുകൾ ചെറപ്പുറത്ത് നടക്കുകയാണ്. ആ ചെറപ്പുറം കൺവെൻഷൻ കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ വീട്ടിലെ മുറ്റത്താണ് കൺവെൻഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഈ ദിവസങ്ങളിലെല്ലാം മുറ്റത്ത് കൺവെൻഷനുകളും ഉപവാസ പ്രാർത്ഥന വീടുകളിലും സഭയ്ക്കകത്തും എല്ലാം ഒന്നിച്ച് കൂടുകയാണ്. ഒരു പ്രത്യേക നിലയിൽ നിങ്ങൾ ഈ ചെറപ്പുറത്തെ കൺവെൻഷൻ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അയിരൂർ ചെറപ്പുറം എന്ന് പറഞ്ഞ ആ ദേശം ഈ അടുത്ത കാലത്ത് ഒത്തിരി പേര് ആ ദേശത്ത് ആത്മഹത്യ ചെയ്തു. ഞാൻ ഇന്ന് രാവിലെയും ഷീനായോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മളെ ആ ദേശത്തോട്ട് അയക്കുന്നത് ചില കെട്ടുകളൊക്കെ പൊട്ടിക്കാനാണ് കർത്താവ് അയക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് ദൈവവചനം പറയുന്നു എങ്കിൽ ഈ വെളിച്ചം ചെല്ലുന്നിടത്ത് ഒന്നിനും ഇരുട്ടിരിക്കാൻ പറ്റത്തില്ല.
ഇരുട്ടിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് കർത്താവ് എന്നെയും നിങ്ങളെയും ആക്കി വെച്ച്. ഷിന പ്രാരംഭത്തിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഷിന പറഞ്ഞായിരുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാം. നോക്ക് പ്രീസ്, നമുക്ക് ചില സമയത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വേണ്ടുവണ്ണം, ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട്, വേണ്ടുവണ്ണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, എന്നാൽ ആത്മാവ് തന്നെ നിങ്ങളുടെ അകത്ത് ഒരാൾ ഇരിപ്പുണ്ടെന്നുള്ള ബോധ്യത്തിൽ വേണം നടക്കാൻ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. എനിക്കൊരു പ്രേയിങ് സ്പിരിറ്റ് എന്റെ അകത്തിരിപ്പുണ്ട്. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്പിരിറ്റ് മാൻ എന്ന് പറയുന്നത് റിയൽ മാനാണ്, റിയൽ പേഴ്സൺ. ഈ വെളിയിൽ കാണുന്ന വ്യക്തിയെക്കാട്ടിലും റിയൽ ആണ് നിങ്ങളുടെ അകത്തിരിക്കുന്ന പേഴ്സൺ. അകത്തിരിക്കുന്ന ആത്മാവിന്റെ ആ ബലം, ആ ശക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ അകത്തായിരിക്കുന്ന വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അതിനേക്കാൾ റിയൽ ആണ്, ഈ ബോഡിയേക്കാൾ റിയൽ. ഈ ബോഡി നമ്മൾ ഇവിടെ ഇടും, പക്ഷേ ആത്മാവ് എന്നേക്കും നിൽക്കും. നോക്ക്, ഈ മരണത്തിനൊക്കെ നമ്മൾ പല വീടുകളിൽ ചെല്ലുമ്പോൾ, ഇത് കഴിഞ്ഞാൽ എനിക്കൊരു മരണ വീട്ടിലോട്ടാണ് പോകാനുള്ളത്, മരണത്തിനൊക്കെ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, പ്രൈസ് അച്ചായൻ വിട്ടിട്ട് പോയി അല്ലെ, അച്ചായന്റെ ബോഡി അവിടെ ഉണ്ടല്ലോ, അച്ചായന്റെ ഭൗതിക ശരീരം അവിടെ ഉള്ളപ്പം തന്നെ നമ്മൾ പറയുകയാണ്, അച്ചായൻ നമ്മളെ വിട്ട് അച്ചായൻ പ്രിയം വെച്ചിരിക്കുന്ന കർത്താവിന്റെ ദേശത്തേക്ക് കടന്നുപോയിരിക്കുകയാണെന്ന് നമ്മൾ പറയും. അപ്പൊ ഇതല്ലല്ലോ അച്ചായൻ, ബോഡി അവിടെ ഉണ്ട്, ബോഡി അവിടെ കിടക്കുക, അച്ചായന് അപ്പൊ ആ ബോഡി, നമ്മുടെ ഈ ബോഡി അല്ല നമ്മൾ, ഇതിന്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്, അതാണ് റിയൽ പേഴ്സൺ. ആ റിയൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്ത സമയങ്ങൾ വരും, എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ മേലാതെ ഞാൻ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന, എങ്ങനെ പ്രാർത്ഥിക്കണം അറിയത്തില്ല, അങ്ങനെയുള്ള ടൈമൊക്കെ ജീവിതത്തിൽ വരും. പക്ഷെ യേശുവെ എന്നൊന്ന് വിളിക്കുമ്പം അകത്തിരിക്കുന്ന ആത്മാവ് ഉച്ചരിച്ചുകൂടാമേലാത്ത ഞെരുക്കങ്ങളാൽ ദൈവത്തോട് പക്ഷപാതങ്ങൾ, ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. പ്രൈസ്, ഒന്നിനും നിങ്ങൾക്ക് കുറവ് വരത്തില്ല. സോ ഡോണ്ട് ബി ലേസി ആൻഡ് സ്ലഗിഷ്. നിങ്ങൾ മന്ദതയുള്ളവരാകരുത്, മടിയുള്ളവരാകരുത്. പ്രൈസ്, ആ മന്ദതയും മടിയൊക്കെ വിട്ട് കളഞ്ഞ് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തം പ്രാപിക്കും. പറഞ്ഞ കർത്താവ് വിശ്വസ്തന, അന്ത്യത്തോളം നടത്തും, സ്വർഗം തുറക്കും, നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇന്ന് കൂടെയിരിക്കും. ഇന്ന് അത്ഭുതത്തിന്റെ ദിവസമാണ്, ഇന്ന് വഴികൾ തുറക്കും, ഇന്ന് എല്ലാ ശൂന്യതകളും മാറും, എല്ലാ ദുഃഖങ്ങളും മാറും. ഷിന മുമ്പേ പറഞ്ഞതുപോലെ, കാസ്റ്റ് യുവർ ബർഡൻസ് അപ്പോൺ മീ, എറിഞ്ഞങ്ങ് കൊടുത്തേരെ കർത്താവിന്റെ കയ്യിൽ. പ്ലീസ് നോക്ക്, വേറൊരു വാക്യമുണ്ട്, ഇത്ര വലിയ ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. ആ കർത്താവിന്റെ കയ്യിലോട്ട് നമ്മൾ വീണ് കിട്ടിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. സോ നമുക്ക് പിന്നെ ഒന്നും ചിന്തിക്കാനോ ഒന്നും ഭയപ്പെടാനോ ഒന്നുമില്ല. ഏറ്റവും സേഫ് ഹാൻഡ്, ഈ ലോകത്തിലെ ഏറ്റവും സേഫ് ഹാൻഡ് എന്റെ യേശുവിന്റെ കരമാകട്ടോ, മറ്റൊരു സ്ഥലത്തും സേഫ് അല്ല. എത്ര വലിയ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതല്ലേ, നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അല്ലെ, ശ്രീ ഇന്ദിരാഗാന്ധി അല്ലെ, എത്രയോ സെക്യൂരിറ്റി വലയത്തിന്റെ അകത്തായിരുന്നു. എന്നാൽ ആ സെക്യൂരിറ്റി വലയം തന്നെ തന്റെ ജീവനെ എടുത്തു കളഞ്ഞില്ലേ. നമ്മൾ ഈ ലോകത്ത് എങ്ങും നമ്മൾ സേഫ് അല്ല. നോക്ക്, ഈ ലോകം കണ്ട, ഈ ലോകത്തിലെ പ്രസിഡന്റുമാരിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ്. കെന്നഡിയെ പോലെയുള്ള അമേരിക്കൻ പ്രസിഡന്റിനെ ഷൂട്ട് ഡൗൺ ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ അല്ലെ. ഞാൻ പറഞ്ഞത് പ്രൈസ്, ഈ ലോകത്ത് സേഫ് ആയിട്ടുള്ള ഒറ്റ സ്ഥലം എന്റെ കർത്താവിന്റെ ഉള്ളംകരം മാത്രമേ ഉള്ളൂ. പ്രൈസ്, അവന്റെ കരത്തിൽ നമുക്ക് ഇരിക്കാം, അവന്റെ കൂടെ നമുക്ക് വസിക്കാം. ആ കർത്താവിനോട് ചേർന്ന് നോക്ക്, ഹി നോസ് എവരിതിങ്, ഹി നോസ് ദ എൻഡ് ബിഫോർ ദ ബിഗിനിങ്. നോക്ക്, അതിന്റെ നാളകളെ കൂടെ അറിയാം. ഞാൻ നാളെ കടന്നു പോകാൻ പോകുന്ന വിഷയങ്ങളും കൂടെ കർത്താവിന് അറിയാം. അതിന്റെ ഓൾറെഡി ഇന്ന് അതിന്റെ വിടുതൽ കണ്ടിട്ടാണ് കർത്താവ് ഇരിക്കുന്നത്. സോ ബി ഷുവർ അബൌട്ട് ജീസസ്. അതുകൊണ്ട് മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളുടെ അനുകാരികളായി തീരും, അവകാശികളായി തീരട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഡോണ്ട് വെറി അബൌട്ട് എനിത്തിങ് കേട്ടോ. ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് വഴി, ആരോട് പറയുക, ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് വഴി തുറക്കും. നിങ്ങളെ കൊണ്ട് അസാധ്യം. ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു കാര്യം, ചില ചുമതലകളൊക്കെ കയ്യിലോട്ട് കിട്ടിയിട്ട് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ കേൾക്കുന്നുണ്ടെന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവ് അതിനുള്ള കൃപ തരും. ഹി വിൽ ഗിവ് യു ഗ്രേസ്. കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചോദിച്ചു കൊള്ളുക, ഞാൻ അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. When the Holy Spirit comes, you shall receive power. എല്ലാത്തിനുമുള്ള ശക്തി എനിക്ക് കിട്ടും. ഹോളി സ്പിരിറ്റ് പവർ പോലെ വേറൊരു പവർ ഇല്ല കേട്ടോ. ആ പവർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നിനെ നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. എല്ലാത്തിനെയും ചാടിക്കടക്കും, മതിൽ ചാടിക്കടക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്.
എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്ലീസ് ഞാൻ നോക്കാം, അവന്റെ നാമത്തിൽ ഞാൻ പടക്കുറ്റത്തിന്റെ മേലെ പാഞ്ഞു ചെല്ലും. ഒന്നിനും എന്നെ തകർക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ അകത്ത് വസിക്കുന്നവൻ ഈ ലോകത്തെ ജയിച്ചവനാണ്. I am a victor. I am a victorious person because Jesus Christ he resides in me. The victor of the whole. എല്ലാത്തിനെയും ജയിച്ച സകലം നിവർത്തിച്ച കർത്താവാണ് എന്റെ ഉള്ളിൽ വസിക്കുന്നത്. സോ എന്റെ തല ഒരിക്കലും കുനിയത്തില്ല. സോ വിൽ പ്രേ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്നത്തെ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നടത്തണമേ. എല്ലാ പ്രതികൂല കാലാവസ്ഥകളും മാറട്ടെ. എല്ലാ പ്രതികൂല അവസ്ഥകളും മാറട്ടെ. കർത്താവിന്റെ കരം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും തൊടണമേ. അവരുടെ ഹൃദയത്തിൽ വലിയ വിശ്വാസത്തിന്റെ അളവിനെ പകരണമേ. എല്ലാ മന്ദതകളും മടികളും ഹല്ലേലൂയ സംശയങ്ങളും പിറുപിറുപ്പുകളും ഉള്ളിൽ നിന്നും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് മുന്നേറുവാൻ ഹല്ലേലൂയ ദീർഘക്ഷമയോടെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുവാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പ്രതികൂലങ്ങൾ മാറട്ടെ. പ്രശ്നങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ എല്ലാ മേഖലകളിലും കർത്താവേ ഇവരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ മടിയന്മാരായി പോയെങ്കിൽ, എവിടെയെങ്കിലും ലേസി ആയെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ആ മടിയെയും മടുപ്പിനെയും മന്ദതയും ഒക്കെ ഞങ്ങൾ പൊട്ടിച്ച് യേശുവിന്റെ നാമത്തിൽ കളയുകയാണ്. ഞങ്ങൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഞങ്ങൾ ഓടും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലം കൊടുക്കുന്നതിനായി സ്തോത്രം, ശക്തി കൊടുക്കുന്നതിനായി നന്ദി, പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ധാരാളമായി നിന്റെ മക്കളുടെ മേൽ വരട്ടെ. വീടുകളെ അനുഗ്രഹിക്കുന്നു, കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു, സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു, ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ എല്ലാ നിറവും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുകയാണ്. നന്മകളാൽ നിറയ്ക്കണം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൈവേലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിക്കാര്യങ്ങളിൽ വേണ്ട കൃപ സ്വർഗം കൊടുക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിന്റെ എല്ലാ നിറവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അഭിഷേകത്തിലും ശക്തിയിലും കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇമ്പോർട്ടന്റ് ബോഡി, പൊട്ടന്റ് ഫെയ്ത്ത്. അതായിരുന്നു എബ്രഹാം. തോമസ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ അവനെ കണ്ടിട്ടല്ലാതെ. അപ്പൊ അന്നേ അവിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം തോമസിന്റെ മേൽ വിശ്വാസം പറയുന്ന വ്യക്തികൾ പ്രീസ് ഒന്നിനും കുറവ് വരത്തില്ല. നോക്കിക്കേ, നമ്മള് തോമസിന്റെ പക്ഷത്താണോ, നമ്മൾ എബ്രഹാമിന്റെ പക്ഷത്താണോ? സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നടക്കുന്ന ആ ചെറുപ്പുറത്ത് നടക്കുന്ന കൺവെൻഷനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ ഉപവാസ പ്രാർത്ഥന ഓതറയിൽ രാവിലെ നടക്കുന്നു. എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പലപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കോട്ട. എവിടെയെങ്കിലും പോയൊക്കെ നിൽക്കുമ്പോൾ പ്ലീസ് ആ ദൈവ സാന്നിധ്യവും കർത്താവിന്റെ വചനമൊക്കെ ഞങ്ങളുടെ ഉള്ളിലൊക്കെ തരുന്നതും നിങ്ങളുടെയൊക്കെ പലരുടെയും പ്രാർത്ഥനയാണ്. Thank you for your prayer and continue to pray for us. So God bless you. Have a wonderful day. God bless. And share the video. God bless you.